ഹലോ. അതെ, ആദ്യം തന്നെ പറയട്ടെ, ഇത് കപ്പ ബിരിയാണി അല്ല കേട്ടോ. കാണുമ്പോൾ നിങ്ങൾക്ക് കപ്പ ബിരിയാണി ആയിട്ട് തോന്നുന്നുണ്ടല്ലേ? പക്ഷേ ഇത് ഐറ്റം വേറെയാണ് കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് മെനക്കേടോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പക്ഷേ ഇതിനൊരു പേരൊന്നും ഞാൻ ഇടില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം കേട്ടോ. അതിനായിട്ട് നമുക്ക് കപ്പ വേണം, ബീട്രൂട്ട് വേണം, പച്ചമുളക് വേണം, സവോള വേണം, ഇഞ്ചി വേണം, കറിവേപ്പില വേണം, മല്ലിച്ചപ്പ് വേണം. ഇത്രയും സാധനങ്ങളാണ് ആദ്യം വേണ്ടത്. ഇതൊന്നും അല്ലാതെ ഒരു മെയിൻ ഐറ്റം ഉണ്ട് കേട്ടോ, അത് ഞാൻ പുറകെ പറയാവേ. ആദ്യം നമുക്ക് ഇത്രയും സാധനങ്ങൾ ഇതിനകത്തേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ കപ്പ ഞാൻ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ കട്ടൊന്ന് ഊറ്റി മാറ്റിയതാണ്. അതിനകത്തേക്ക് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് ചേർക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ച് കൂടിക്കഴിഞ്ഞാൽ ഒരു കുത്തല് പോലെ വരും. പിന്നെ അതിനകത്തേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതാണ് മീൻ. ഈ മീൻ നമുക്ക് ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ ഏറ്റവും ടേസ്റ്റ് കിട്ടുന്നത് മത്തിയാണ് കേട്ടോ. ഇപ്പം എൻ്റെ അടുത്ത് മത്തിയില്ല, അതുകൊണ്ട് ഞാൻ സിലോപ്പിയ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ വേവിച്ചെടുത്തതാണ്. വേവിച്ചെന്ന് പറഞ്ഞാൽ അതും ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഉളുമ്പൊന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം വെള്ളം ചേർക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇത്രയിട്ട് ഒന്നൊരു 3 വിസിലടുപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അത് വാങ്ങിയതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് സംഭവം റെഡി. അത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കി